5 വർഷം മുമ്പാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടപ്പാക്കിയത്. നിലവിലുണ്ടായിരുന്ന ചില നോട്ടുകൾ പിൻവലിക്കുകയും മറ്റു ചിലത് രൂപമാറ്റം വരുത്തി പുതിയ രൂപത്തിലുള്ളവ പുറത്തിറക്കുകയും ചെയ്തു. ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മികച്ച തീരുമാനമായിരുന്നു നോട്ട് നിരോധനമെന്ന് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുമ്പോൾ അപ്പടി പരാജയമായിരുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നോട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴോ നാണയങ്ങളുടെ കാര്യത്തിൽ കാര്യമായി പിൻവലിക്കലോ മറ്റു പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ പല നാണയങ്ങളുടെയും രൂപത്തിൽ കാര്യമായ മാറ്റമുണ്ടായി. ഇതെന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പ്രത്യക്ഷ ഉദാഹരണം 5 രൂപ നാണയങ്ങളാണ്. അടുത്ത കാലം വരെ നല്ല കട്ടിയുള്ള വെള്ളി നിറത്തിലെ 5 രൂപ നാണയങ്ങൾ വിപണിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന അപൂർവ വസ്തുവായി അത് മാറി. ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്നത് കട്ടി കുറഞ്ഞ സ്വർണത്തിന്റെ നിറമുള്ളവയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചവയുമാണ്. 5 രൂപ നാണയങ്ങൾ നിർത്താൻ പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ഇടയ്ക്കിടെ കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഇതിന് ഇതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ഇന്ത്യയിൽ 5 രൂപയുടെ 2 തരത്തിലുള്ള നാണയങ്ങളാണ് പ്രചാരണത്തിലുള്ളത്. പിച്ചള കൊണ്ടും ലോഹ സംയുക്തങ്ങൾ കൊണ്ടുമാണ് നിർമ്മാണം. അധികൃതർ പഴയ നാണയങ്ങൾക്ക് പകരം പുതിയവ പുറത്തിറക്കാത്തതിന് കാരണം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പഴയ 5 രൂപ നാണയങ്ങൾ RBI പുറത്തിറക്കാത്തത്? ഇത് ഉരുക്കി 5 രൂപയിൽ കൂടുതൽ വിലയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാമെന്ന് കണ്ടതോടെയാണിത്. നാണയത്തിന് ലഭിക്കുന്ന മൂല്യത്തേക്കാൾ അതിലടങ്ങിയിരിക്കുന്ന ലോഹത്തിന് മൂല്യം ലഭിക്കുന്നു എന്ന് സാരം. നാണയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യമാണ് നാണയത്തിന് ലഭിക്കുന്ന മൂല്യം. 5 രൂപ നാണയത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹത്തിന് 5 രൂപയേക്കാൾ മൂല്യം കിട്ടുമെന്ന് കണ്ടതോടെ നാണയങ്ങൾ ബംഗ്ലാദേശിലേക്കുൾപ്പെടെ കടത്തുന്നുമുണ്ട്. അവിടെ എത്തി ഉരുക്കി മറ്റുൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നാണയം ഉരുക്കിയെടുക്കുന്ന ലോഹം കൊണ്ട് ബ്ലേഡുകളാണ് കള്ളക്കടത്തുകാർ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ 5 രൂപയുടെ ഒരു നാണയം കൊണ്ട് 6 ബ്ലേഡുകൾ നിർമ്മിക്കാൻ കഴിയുമത്രേ. ഒരു ബ്ലേഡിന് വിപണിയിൽ ലഭിക്കുന്നത് 2 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ 6 ബ്ലേഡുകൾക്ക് 12 രൂപ ലഭിക്കും. അതായത് 5 രൂപ നാണയത്തിലെ ലോഹത്തിന് ലഭിക്കുന്നത് വിപണി മൂല്യത്തേക്കാൾ ഇരട്ടിയിലധികം. ഇത് മനസ്സിലാക്കിയതോടെയാണ് നാണയ നിർമ്മാണത്തിന് പുതിയ ലോഹസങ്കരം ഉപയോഗിച്ചു തുടങ്ങിയത്. മറ്റ് നാണയങ്ങളുടെ വലിപ്പവും രൂപവും ഒക്കെ മാറിയതിനും ഇതുതന്നെയാണ് കാരണം. ഇപ്പോൾ 1 രൂപ ഉൾപ്പെടെയുള്ള നാണയങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. 1906 കോയിനേജ് ആക്ട് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഇന്ത്യൻ നാണയങ്ങളുടെ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും ചുമതല. നാണയങ്ങളുടെ നിർമ്മാണത്തിനായി 4 മിന്റുകൾ അഥവാ കമ്മട്ടങ്ങളാണ് ഇന്ത്യയിലുള്ളത്. കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, നോയിഡ എന്നിവയാണ് അവ. നമ്മുടെ കയ്യിലുള്ള നാണയങ്ങളിൽ ചില അടയാളങ്ങൾ നോക്കി അത് എവിടെയാണ് നിർമ്മിച്ചത് എന്ന് വ്യക്തമായി അറിയാൻ കഴിയും. നാണയത്തിൽ അതിൻ്റെ മൂല്യവും നാണയം ഇറങ്ങിയ വർഷവും മാത്രമാണ് ഉള്ളതെങ്കിൽ അത് കൊൽക്കത്ത കമ്മട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. നാണയം നിർമ്മിച്ച വർഷത്തിന് താഴെ ഡയമണ്ട് ആകൃതിയിലുള്ള അടയാളം ഉണ്ടെങ്കിൽ അത് നിർമ്മിച്ചത് മുംബൈയിലാണ്. വർഷത്തിന് താഴെ B എന്ന മാർക്കിങ്ങും മുംബൈയുടെ അടയാളമാണ്. 1996 ശേഷമുള്ള നാണയമാണെങ്കിൽ M എന്നാകും മാർക്കിംഗ്. നാണയത്തിനുള്ളിലെ വർഷത്തിന് താഴെ സ്പ്ലിറ്റ് ഡയമണ്ട് ഉണ്ട്. ഡയമണ്ടിനുള്ളിലെ ഡോട്ട് എന്നീ 2 മാർക്കിങ്ങുകൾ സൂചിപ്പിക്കുന്നത് ഹൈദരാബാദ് മിന്റിനെയാണ്. സ്റ്റാർ മാർക്കിംഗ് നാണയത്തിൽ കാണുന്നുണ്ടെങ്കിലും അത് ഹൈദരാബാദിന്റെ അടയാളമാണ്. തീയതിക്ക് താഴെ വൃത്താകൃതിയിലുള്ള ഡോട്ട് മാർക്കിങ്ങിനാണ് നോയിഡ മിന്റിന്റെ അടയാളം. വിനിമയത്തിന്റെ ഭാഗമായി നോട്ടുകളേക്കാൾ മുമ്പ് നിലവിൽ വന്നത് നാണയങ്ങളാണ്. പുരാതന കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സമ്പ്രദായം ആയിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ രീതി മാറുകയും സാധനങ്ങൾക്ക് പകരം ലോഹ കഷ്ണങ്ങളോ തുകൽ കഷ്ണങ്ങളോ ഒക്കെ നൽകിയിരുന്നു. എളുപ്പത്തിൽ നശിച്ചു പോകില്ലാത്തതിനാൽ ലോഹത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരിക്കുകയും അവ കൃത്യമായി മൂല്യമുള്ള നാണയങ്ങളായി രൂപം കൊള്ളുകയും ചെയ്തു. കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പിന്നീട് നോട്ടുകൾ രംഗത്ത് എത്തുകയായിരുന്നു.